അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു തീരുമാനം ഇപ്പോൾ ഏകദേശം ഞാൻ വാസ്തവത്തിൽ അതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ഇന്ത്യക്ക് പുറത്തായിരുന്നു ഞാൻ. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത് നിങ്ങളുടേതാണ്. അത് ഒരുവിധമൊക്കെ പരിഹരിച്ച മാതിരിയാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാതെ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹിജാബ് വിഷയം അത് പ്രത്യേകിച്ചും അത് ചർച്ച ചെയ്ത് ഏകദേശം പരിഹരിച്ചു. അതിലേക്ക് തന്നെ കടക്കുന്നില്ല. അതിനേക്കാൾ അപ്പുറത്ത് ന്യൂനപക്ഷങ്ങൾക്കുള്ള വിദ്യാഭ്യാസ രംഗത്തെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന നിയമത്തിന് പകരം അതിനെതിരെ പലതരത്തിലുള്ള വ്യാഖ്യാനവും ഓരോരുത്തരുടേതനുസരിച്ചിട്ടുള്ള തീരുമാനം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ അതിന് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കാനാണ് അന്നത്തെ KCBC ശക്തമായ നേതൃത്വം എടുത്ത് അഭിപ്രായങ്ങൾ പറഞ്ഞത്. ചോദ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി ക്രൈസ്തവ സമുദായത്തെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുന്നതായി തോന്നുന്നുണ്ടോ CBCI പ്രസിഡന്റ്? എനിക്ക് CBCI പ്രസിഡന്റ് എന്ന നിലയിൽ ഭാരതസഭയിൽ 174 രൂപതയുണ്ട്, 3 റീത്തുകൾ, ലാറ്റിൻ, സീറോ മലബാർ, മലങ്കര. അപ്പോൾ അതുകൊണ്ട് ഈ ചോദ്യം ഇപ്പോൾ ചോദിച്ചത് അത് കേരളത്തിലത്തെ വിദ്യാഭ്യാസമാണ്. അത് പ്രത്യേകിച്ചും ക്രൈസ്തവരാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിൽ നിൽക്കുന്നതും കേരളത്തെ വളർത്തിയിട്ടുള്ളതും. എന്നാൽ ഒരു സമുദായത്തിലെ ആൾക്കാർക്ക് കൊടുക്കുന്നത് മറ്റു സമുദായത്തിലത്തെ ആൾക്കാർക്ക് കൊടുക്കില്ല, പ്രഷർ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ചോദ്യം ഇതാണ്, ഇത്ര നാളായിട്ടും എന്താ കൊടുക്കാത്തത്? ഞാൻ ഒരു ആശങ്കയും പറഞ്ഞു. ഈ ആശങ്ക പറഞ്ഞതാണ്, ഇനി ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ഇലക്ഷൻ ആയി പ്രഖ്യാപിച്ചു, ഇനി അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ അധ്യാപകരോട് അനീതി കാണിക്കുന്നത് ശരിയാണോ? ഇതിന് ഏറ്റവും അധികം അധ്യാപകർ ഇപ്പോൾ അനീതി കാണിക്കപ്പെടുന്നത് ക്രൈസ്തവരായതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയോട് തന്നെ ഈ വിവേചനം കാണിക്കരുതെന്നാണ് പറയാനുള്ളത്. എത്രയും വേഗം ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് പറയാനാണ് ഞങ്ങൾക്ക്. ചെയ്തിട്ടില്ല. ഈ പേടി ഇതാണ്, ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് കൊടുക്കില്ല, ആ പേടിയുണ്ട്. ഇതാണ് പറയുന്നത്. അതുകൊണ്ട് ഉടനെ ചെയ്യാൻ തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയോട് പറയുന്നത്. ഒരു ഉത്തരവിറക്കിയാൽ മതി. അതായത് NSS മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായി ഒരു ഉത്തരവ് ഇറക്കിയതുപോലെ ഒരു ജിയോ മാത്രമേ ഇതിൽ ഇറക്കേണ്ടതുള്ളൂ. കാരണം ഇത് സംബന്ധിച്ച് 4/3/2025 വന്ന സുപ്രീം കോടതി ഉത്തരവിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സമാന സ്വഭാവമുള്ള ഏജൻസികൾക്കും സൊസൈറ്റികൾക്കും ഇത് അനുവദിക്കാവുന്നതാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ആ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് NSSന് കൊടുത്തത്. അപ്പോൾ സുപ്രീം കോടതി വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജിയോ പുറത്തിറക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷേ മന്ത്രിതല സമിതി പറഞ്ഞത് ഇനി സുപ്രീം കോടതിയിൽ ഈ കേസ് വരുമ്പോൾ സർക്കാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ അത് അനിശ്ചിതമായിട്ട് നീണ്ടുപോകും. ഇപ്പോൾ തന്നെ 2018 തൊട്ടുള്ള അധ്യാപകരാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 1 രൂപ പോലും ശമ്പളം കിട്ടാതെ അവർ നേരിടുന്നത് ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനങ്ങളല്ലേ. അവർക്ക് 1 രൂപ പോലും കിട്ടുന്നില്ല. ആ വിഷയത്തിൽ ഇനിയും കോടതി വ്യവഹാരങ്ങളിലേക്ക് ഇത് തള്ളിവിടരുത്. ഒരു ജിയോ 10 മിനിറ്റ് കൊണ്ട് ഒരു ജിയോ പുറത്തിറക്കാവുന്ന സാഹചര്യങ്ങളേ ഉള്ളൂ. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഇത് വിവേചനമല്ലേ, ഇത് അനീതിയല്ലേ, അത് തീർക്കുക. സർക്കാർ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നവർ അത് ചെയ്യേണ്ടതാണ്. വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇതിന് നേതൃത്വം എടുക്കേണ്ടത്. ആ മന്ത്രി അത് എടുത്തിട്ടില്ലെങ്കിൽ അത് അനീതിയും വിവേചനവുമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി എന്തെങ്കിലും ചോദിച്ചു? ആ ഈ കാലാകാലങ്ങളിൽ സമുദായം പലതരത്തിൽ അവഗണനകളും അനീതികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സഭ ശബ്ദിച്ചിട്ടുണ്ട്. 59 വിമോചന സമരമായിരിക്കാം, 72 വിദ്യാഭ്യാസ കോളേജ് സമരമായിരിക്കാം, 2007 സ്വാതന്ത്ര്യത്തിന് സമരമായിരിക്കും. അന്ന് ഞാൻ കുറേയേറെ പ്രസംഗിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി ഈ സർക്കാരുകളോടും നാടിനോടും പിന്നെ മതസൗഹാർദ്ദവും സ്നേഹമുള്ള കേരളത്തിലെ ഇത്രയും നല്ല ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇനി അങ്ങനെ ഒരു സമരത്തിന് ഞങ്ങളെ വേണ്ടി വന്നാൽ ഇറങ്ങേണ്ടി വന്നാൽ ഇറങ്ങും. പക്ഷെ അതിന് ഞങ്ങളെ അതിലേക്ക് തള്ളിവിടരുതെന്നുള്ളൊരു അഭ്യർത്ഥന പറഞ്ഞുകൊണ്ടൊരു തെറ്റുമില്ല. ഇനിയും ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടി വന്നാൽ ചെയ്യേണ്ടി വരും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല.
ആവശ്യമെങ്കിൽ വേണ്ടി വരും. അതുകൊണ്ട് അതിലേക്ക് തള്ളിവിടരുതെന്നുള്ള അഭ്യർത്ഥനയുണ്ട്. കാരണം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പലതരത്തിലുള്ള വിവേചനങ്ങൾ മാറി വരുന്ന സർക്കാരുകൾ മാറി വരുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണിത് പറയുന്നത്.